രാവിലെ ലൈവിൽ നടന്നൊരു കോൺവെർസേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്നത്തെ ദിവസം ലൈവിൽ നടന്നത് മൊത്തം ഈ രീതിയിലുള്ള ചർച്ചകളായിരുന്നു. റഷ്യയെ പുറത്താക്കി ആ വോട്ട് ബാങ്ക് പിടിക്കാൻ നോക്കുന്ന അഭിഷേക്, ജാസ്മിനിലേക്ക് ടാർഗറ്റ് ഷിഫ്റ്റ് ആക്കാൻ നോക്കുന്ന സായിയും സിജോയും. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളാണ് നടന്നത് മൊത്തം. അതിൽ പറഞ്ഞ ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്ക് പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സീസൺ അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. സീസൺ അവസാനിക്കുന്നതിന് മുന്നേ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സായി കാണാൻ ഒരു ചെറിയ ആഗ്രഹം. കാണാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. വീഡിയോ കാണുന്ന ജനങ്ങളെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് തോന്നുന്നത്. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കുന്നതിൽ വലിയ ചിലവുള്ള കേസൊന്നും അല്ല. നമ്മളെപ്പോൾ ഉള്ളവർക്ക് അതൊരു ഊർജ്ജം ആവുകയും ചെയ്യും. വീഡിയോയിലേക്ക് പോകാം. രാവിലെ നോറ ഇങ്ങനെ വാഷ്റൂം ഏരിയയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ജിൻഡോ ആ വഴിയിൽ വരുന്നു. എന്നിട്ട് നോറയോട് പറയുന്നു, നീ പുറത്തായപ്പോ എന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. ഒരു കാൽക്കുലേഷനിൽ ഇരിക്കുമായിരുന്നു ഞാൻ ഇന്നയാള് പുറത്താവുമെന്ന് പറഞ്ഞുകൊണ്ട്. പുറത്താവാൻ നിന്നേക്കാൾ യോഗ്യതയുള്ളവര് ഇവിടെ ഉണ്ട്. നീ ഒരു കിടിലൻ ഗെയിമറാണ് നോറ. നീ തിരിച്ചു വന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ് എന്നിങ്ങനെ ജിൻഡോ പറയുന്നു. നോറ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എമ്പതിയും സിമ്പതിയും ഒന്നും ആരോടും കാണിച്ചിട്ടൊന്നും ഇല്ല ജിൻഡോ ചേട്ടാ. നിങ്ങളോടും ഞാൻ തീരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തായപ്പോ എല്ലാവർക്കും ആശ്വാസമായത്. അപ്പൊ ഈ ഒരു എവിക്ഷൻ റിലേറ്റഡ് പ്രാങ്ക് എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന രീതിയിൽ നോറ പറയുന്നുണ്ട്. നോറ ഈ രീതിയിൽ കലവില വർത്താനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം. പക്ഷെ ജിൻഡോ പറഞ്ഞ പോയിന്റ് എന്ത് വാലിഡ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. നോറയേക്കാൾ പുറത്താവാൻ യോഗ്യതയുള്ളവര് അവിടെ ഉണ്ട് എന്ന്. പ്രേക്ഷകര് മരത്തെ കാണുന്ന ജിൻഡോ എങ്ങനെയാണ് മാനത്ത് കാണുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്ത് സിദ്ധിയാണ് ജിൻഡോയ്ക്ക് ഉള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കൊള്ളാം. ജിൻഡോയുടെ ഒരു ഓഡിയൻസ് ഗെയിം അത് ഏത് ലെവലിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇപ്പം.